പ്രിയമുള്ളവരെ, ഒരു കാലത്ത്, അതായത് 16-ാമത്തെ നൂറ്റാണ്ടിലൊരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതനാകുവാൻ, സഭയിലൊരു ഇടയനാകുവാനായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരു ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്യുവാനായിട്ട് പരിശ്രമം നടത്തി. എന്നാൽ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിന് സ്വത്ത് നഷ്ടപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം വിവാഹം കഴിക്കുന്നു. എന്നാൽ കുറേ കാലം കഴിഞ്ഞ് ഭാര്യയും മക്കളുമൊക്കെ മരണപ്പെട്ടു പോകുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നു. ഇവയെല്ലാം കാരണമായിട്ട് അദ്ദേഹത്തിന് ഒരു പാസ്റ്ററാകുവാൻ, ഒരു പുരോഹിതനാകുവാനായി, വേദ പഠനശാലയിൽ അദ്ദേഹത്തിന് പഠിക്കുവാനായി കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ദൈവവേല ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം. അതിനുവേണ്ടി ആ കോളേജിൽ വന്നിട്ട് അദ്ദേഹം അപേക്ഷിച്ചു, പഠിക്കുവാൻ ഒരു അവസരം നൽകണമേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രായം 35 കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ കോളേജിൽ പഠിക്കുവാൻ ആവശ്യമായിരുന്നതായ മിനിമം യോഗ്യത ഇല്ലാത്തത് കാരണമായിട്ട് അദ്ദേഹത്തെ അവിടെ എടുത്തില്ല. ഈ വേദ പഠനശാലയിൽ അല്ലെങ്കിൽ ഈ കോളേജിൽ ചേർന്ന് പഠിക്കുവാനായിട്ടുള്ള പ്രായപരിധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ചേരുവാൻ കഴിഞ്ഞില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കാരണത്താലും ആ ബൈബിൾ കോളേജിൽ ചേരുവാൻ കഴിയില്ല എന്ന് അവർ വളരെ സ്നേഹത്തോடு തന്നെ പറഞ്ഞു. അദ്ദേഹം വീണ്ടും അപേക്ഷിച്ചു, ബൈബിൾ കോളേജിൽ ചേരുവാനുള്ളതായ അർഹത എനിക്കില്ല എങ്കിൽ എന്തെങ്കിലും ജോലി എനിക്കിവിടെ ചെയ്യുവാനായിട്ട് കഴിയുമോ? എന്തെങ്കിലും ജോലി ചെയ്യാം. എന്ത് ജോലി ചെയ്യാൻ കഴിയും? ഏത് ജോലിയും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ഒരവസരം തന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കോളേജിലെ അധികാരികൾ അദ്ദേഹത്തിന് അവിടെയുള്ള വാതിൽ കാവൽക്കാരനായി, ഗേറ്റ് കീപ്പറായിട്ട് ജോലി കൊടുക്കുവാനിടയായി. ശരി, ശുശ്രൂഷ ചെയ്യാമെന്ന്, ദൈവവേല ചെയ്യാമെന്ന് പറയുന്നു. ഇത് കർത്താവിൻ്റെ വേദപഠനശാലയാണ്. ഈ വേദപഠനശാലയുടെ വാതിൽക്കൽ നിങ്ങൾ ഇരിക്കുകയും ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കണം. അവർ പോയതിന് ശേഷം വാതിൽ അടയ്ക്കണം. ഇങ്ങനെ ഗേറ്റ് തുറക്കുവാനും അടയ്ക്കുവാനും ഉള്ള ജോലി അദ്ദേഹത്തിന് കൊടുത്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. എന്താണ് അദ്ദേഹം ചെയ്തിരുന്നത്? ഒരു ഗേറ്റ് കീപ്പർ, ഒരു ഡോർ കീപ്പറായിട്ട്, അല്ലെങ്കിൽ ഒരു വാതിൽ കാവൽക്കാരനായി അദ്ദേഹം ജോലി ചെയ്തു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവിടെ വന്ന് ബൈബിൾ പഠിച്ചതായ ആളുകളെക്കാൾ, അവിടെ പഠിപ്പിക്കുന്നതായ അധ്യാപകരെക്കാൾ ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്യുന്നതായ ഈ മനുഷ്യന് കൂടുതൽ പ്രശസ്തി ഉണ്ടാകാനിടയായി. എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. അവിടെ പാഠം പഠിപ്പിക്കുന്നതായ വേദ പഠനശാലയിൽ വന്ന് വേദ ക്ലാസുകൾ എടുക്കുന്നതായ അധ്യാപകർക്കില്ലാത്തതായ പേര്, അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടി ദൈവവേല ചെയ്യുന്നതായ ആളുകൾക്കില്ലാത്തതായ പേര് ഈ ഗേറ്റ് കീപ്പറിന് കിട്ടുന്നു. എങ്ങനെയാണ് സാധിച്ചത്? അവസാനം ആ ഗേറ്റ് കീപ്പർ എത്ര വലിയ ദൈവദാസനായെന്നറിയാമോ? സാധാരണമായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവവേല ചെയ്യുന്നതായ ആളുകൾക്ക് ബഹുമാനമായിട്ടൊരു പദവി കൊടുക്കാറുണ്ടായിരുന്നു. സെയിൻറ്റ് എന്ന ബിരുദം കൊടുക്കാറുണ്ട്. സെയിൻറ്റ് അഗസ്റ്റീൻ, സെയിൻറ്റ് പോൾ, സെയിൻറ്റ് പീറ്റർ, സെയിൻറ്റ് ജോൺ എന്നുള്ള ബിരുദം കൊടുത്തു വന്നിരുന്നു. അവസാനം ആ ഗേറ്റ് കീപ്പറിനും ആ ബിരുദം കൊടുക്കേണ്ടി വന്നു. സെയിൻറ്റ് എന്ന ബിരുദം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എന്താണ് ചെയ്തത്? ദയവിച്ചത് ശ്രദ്ധിക്കണം. അദ്ദേഹം ഗേറ്റ് കീപ്പറായിരുന്ന സമയത്ത് ആരെങ്കിലും അവിടേക്ക് വരികയായിരുന്നെങ്കിൽ സ്നേഹത്തോടുകൂടി അവരോട് സംസാരിക്കുമായിരുന്നു. സൗമ്യമായി അവരോട് സംസാരിക്കുമായിരുന്നു. അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുമായിരുന്നു. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അവർ ഓടി വരുമായിരുന്നു. അദ്ദേഹം അവരുടെ കഷ്ടതകൾ കേൾക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. സ്നേഹത്തോടെ അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു. സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. ആ ഗേറ്റ് അദ്ദേഹം തുറക്കുന്ന രീതിയാകട്ടെ, അല്ലെങ്കിൽ അടയ്ക്കുന്ന രീതിയാകട്ടെ, അവിടെ വരുന്നവരെ സ്വീകരിക്കുന്ന രീതിയാകട്ടെ, അത് വളരെ ശ്രേഷ്ഠമായിരുന്നു, ആശ്ചര്യകരമായിരുന്നു. അദ്ദേഹത്തോട് അവസാനം ചോദിച്ചു, അങ്ങ് ഗേറ്റ് തുറക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. അങ്ങ് സംസാരിക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. അങ്ങ് ഇടപെടുന്ന രീതി, ചിരിക്കുന്ന രീതി വളരെ പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകമായ രീതിയിൽ അങ്ങേക്ക് മറ്റുള്ളവരോട് ഇടപഴകുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഞാൻ അകത്ത് പോയിരിക്കും. ആരെങ്കിലും വാതിൽക്കൽ മുട്ടിയാൽ ഞാൻ വാതിൽ തുറന്നു കൊടുക്കും. അവർ വരുമ്പോൾ ഞാൻ പുഞ്ചിരിക്കും, സ്നേഹത്തോടെ സംസാരിക്കും. എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ
ആ വാതിൽക്കൽ വന്ന് വാതിൽ മുട്ടുന്ന ഓരോ വ്യക്തികളോടും യേശു ആയിരിക്കും എന്നുള്ള ഭാവത്തോടെയായിരിക്കും ഞാൻ പെരുമാറുന്നത്. യേശു ക്രിസ്തുവായിരിക്കും എന്ന ചിന്തയോടെയാണ് ഞാൻ ചിരിക്കുന്നത്. യേശു ക്രിസ്തുവായിരിക്കും എന്ന ഭാവത്തോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ വേഷത്തിൽ യേശുവായിരിക്കും വന്നത് എന്നുള്ള ഭയത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി എൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഞാൻ നിർവഹിക്കുമായിരുന്നു. പ്രിയ സഹോദര സഹോദരി, ശുശ്രൂഷക്കാരനാണ്, ഗേറ്റ് കീപ്പറായിരുന്നു. എന്നാൽ ആ ജോലി എത്ര മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു എന്നറിയാമോ? ആ കോളേജിൽ നിന്ന് പഠിച്ചതായ ആളുകളേക്കാൾ, ആ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകരെക്കാൾ ശ്രേഷ്ഠമായ പേര് അദ്ദേഹം സമ്പാദിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പേരിട്ടെന്നറിയാമോ? സെയിൻറ്റ് അൽഫോൺസസ് റോഡ്രിഗൂസ് എന്ന പേരിട്ടു. സെയിൻറ്റ് അൽഫോൺസസ്, സെയിൻറ്റ് അൽഫോൺസ എന്ന പേരിലുള്ള കോളേജുകളും സ്കൂളുകളുമൊക്കെ നമ്മൾ കാണാറുണ്ട്. സെയിൻറ്റ് അൽഫോൺസ എങ്കിൽ സെയിൻറ്റ് അൽഫോൺസ് എന്ന പേര് നിങ്ങൾ കണ്ടിരിക്കാം. അദ്ദേഹം ആരാണെന്നറിയാമോ? ഒരു ഗേറ്റ് കീപ്പറായിരുന്നു. അദ്ദേഹം ചെയ്തതായ ശുശ്രൂഷക്കാരനായി അദ്ദേഹം വെളിപ്പെടുത്തിയ ആത്മീയത ലോകത്തെ തന്നെ സ്വാധീനിക്കാനിടയായി. ദൈവവേലയിൽ ഭാഗവാക്കാകുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണ് ശുശ്രൂഷകൾ നടത്തുന്നത്? ആർക്കു വേണ്ടിയാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്? ആരെ കണ്ടുകൊണ്ടാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്? ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഞാൻ കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ഭാവത്തോടുകൂടി ദൈവവേല ചെയ്താൽ അതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായത്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ കേട്ടതുപോലെ ഈ മനുഷ്യൻ തൻ്റെ ശുശ്രൂഷകൾ വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ ചെയ്തു. കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം താഴ്മയോടെ തൻ്റെ ശുശ്രൂഷകളെ ചെയ്യുവാനിടയായി. കർത്താവെ, എളിമയോടെ താഴ്മയോടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇടയായി. കർത്താവെ, ഈ നാളുകളിൽ നീ ഏൽപ്പിക്കുന്നതായ ശുശ്രൂഷകൾ വളരെ താഴ്മയോടുകൂടി, വിശുദ്ധിയോടുകൂടി, ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിന്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായ രീതിയിൽ അവർക്ക് താങ്ങായി നിന്നുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കാൻ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ അനേകം ആളുകളുണ്ട്, പലവിധമായ ശുശ്രൂഷകളും പണികളുമൊക്കെ ചെയ്യുന്നവർ. കർത്താവെ, എത്ര എളിയവരാണെങ്കിലും എല്ലാവർക്കും അങ്ങയെ ശുശ്രൂഷിക്കുന്ന രീതിയിൽ തന്നെ ശുശ്രൂഷ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.